Kerala Council of Churches of India സഹായിക്കണം ഡോക്ടർ സത്യസ്ഥിതിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് 13 സഭകളുടെയും 19 എക്യൂമെനിക്കൽ മിഷനുള്ള സംഘടനകളുടെയും ഒരു ഐക്യ പ്രസ്ഥാനമാണ്. അതിലുപരി മനുഷ്യ മുഖത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മനുഷ്യരുടെ വേദനകളോട് പങ്കുചേരുന്ന, അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്നവരോട് യാതന അനുഭവിക്കുന്നവരോട് പങ്കുചേരുന്ന ഒരു പ്രസ്ഥാനമാണ്. അതേ ആശയം തന്നെയാണ് അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ ജീവിത ദർശനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സാധാരണക്കാരോട് പങ്കുചേരുന്ന, ദരിദ്രരോട് പങ്കുചേരുന്ന, കഷ്ടപ്പെടുന്നവരോട് പങ്കുചേരുന്ന, അശരണരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അനാഥരെ കൈക്കൊള്ളുന്ന ജീവിത ശൈലിയാണ് അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടേത്. 94ാമത്തെ വയസ്സിലേക്ക് എത്തുകയാണ്. എങ്കിലും ഇപ്പോഴും എഴുത്തിൽ വളരെയധികം 60-ൽ പരം പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 1000-ലധികം ലേഖനങ്ങളും. ഇവയൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 2 വാക്കുകളാണ് സ്നേഹവും പങ്കിടലും, ഷെയറിംഗ് ആൻഡ് ലവ്. ഈ 2 വാക്കുകളിൽ ഒതുങ്ങും ഒസ്താത്യോസ് തിരുമേനിയുടെ ദർശനങ്ങൾ മുഴുവനും. കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതലധികം ഏതൊരു കുഞ്ഞിനോട് ചോദിച്ചാൽ സഭ വ്യത്യാസമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരുമേനിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഉടനെ തന്നെ അവർ പറയുന്ന പേര് അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടേതാണ്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഏറ്റവും പ്രായമെത്തിയ ആളുകളോട് ചോദിച്ചാലും അവർക്ക് പറയാനുള്ള പേര് അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ പേരാണ്. അത്രമാത്രം ജനഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വ്യക്തിത്വമാണ് അഭിവന്യ തിരുമേനിയുടേത്. സാമൂഹ്യ നീതിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രമാണ് തിരുമേനിയുടേത്. അതുകൊണ്ടാണ് ഏത് പ്രശ്നങ്ങളിലും പ്രതികരിക്കുവാനായിട്ട് തിരുമേനിക്ക് കഴിയും. എൻജോ സർക്കാരെ പറ്റിയുള്ള പ്രശ്നങ്ങൾ അത് നിരോധിക്കണം, അതിനെതിരെ ലേഖനം എഴുതാനും അതിനെതിരെ പ്രസംഗിക്കുവാനും ഒക്കെ അത് നിരോധിക്കുവാനായിട്ട് തിരുമേനി ശക്തമായി പറയുകയുണ്ടായി. അതുപോലെ തന്നെ ജപ്പാനിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ തിരുമേനിയോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. 10-13 പത്രങ്ങൾ ദിവസവും വായിക്കും. അത്രമാത്രം അറിവുകൾ, പുതിയ അറിവുകൾ തിരുമേനിയുടെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കും. എത്ര കുഞ്ഞുങ്ങൾക്കറിയാം, 5-6 ദിവസം തിരുമേനിയുടെ കഴിയുമ്പോൾ എത്രമാത്രം അറിവുകളാണ് തിരുമേനിയുടെ മുഖത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായി പങ്കിടൽ. തിരുമേനിയുടെ പറ്റിയുള്ള ഒരു ഇന്റർവ്യൂവിൽ ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചതിന് തിരുമേനി പറയുന്നത്, എന്റെ അമ്മയിൽ നിന്നും ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചു. എന്റെ അമ്മ എനിക്ക് വേദപുസ്തകം തന്നു, അത് വായിക്കുവാൻ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. എന്റെ കുടുംബത്തിൽ നിന്നാണ് എനിക്ക് സ്നേഹം മറ്റുള്ളവർക്ക് ഷെയറിംഗ് പകർന്നു നൽകുവാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളും ഷെയറിംഗ് പഠിക്കണം, കുടുംബങ്ങളിൽ നിന്നും ഷെയറിംഗ് പഠിക്കണം. എങ്കിൽ മാത്രമേ വരുന്ന തലമുറയ്ക്ക് മറ്റുള്ളവരെ കരുതുവാനും പാവപ്പെട്ടവരെ സഹായിക്കുവാനും ഒക്കെയുള്ള ഒരു മാനസിക നിലവാരം ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ കുഞ്ഞുങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്ന, വളരെയധികം കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ദർശനമാണ് തിരുമേനിയുടേത്. അതുപോലെ തന്നെ തിരുമേനി ഏറ്റവും അധികം വെറുക്കുന്ന മടിയന്മാരെയും സമ്പന്നരെയുമാണ്. ഏറ്റവും കൂടുതൽ സുഖലോകതയിൽ കഴിയുന്നവരെയും അതുപോലെ തന്നെ മടിയന്മാരെ ഇല്ലാതാക്കണമെന്നാണ് തിരുമേനിയുടെ ഏത് പ്രസംഗം എടുത്താലും തിരുമേനിയുടെ ആശയങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ സുഖലോകതയിൽ കഴിയാതെ അല്ലെങ്കിൽ സമ്പത്ത് കൂട്ടിവെക്കുന്നവരെ തിരുമേനിക്ക് വെറുപ്പാണ്. അതിന് ഒരു പ്രവാചക ശബ്ദത്തിൽ എപ്പോഴും തിരുമേനി പറയും, അത് ഷെയർ ചെയ്യാനുള്ളതാണ്, അത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്, അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയണം. തിരുമേനി ആദരിക്കുന്ന ഈ ചടങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, തിരുമേനിയുടെ ദർശനം അത് സ്നേഹവും പങ്കുവെക്കലുമാണ്. ആ സ്നേഹവും പങ്കുവെക്കലും നാം കേട്ടിട്ട് പോയാൽ പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയണം. ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമുക്ക് എല്ലാവർക്കും തിരുമേനിയുടെ ദർശനങ്ങൾ, തിരുമേനിയുടെ ജീവിതം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. എല്ലാ പ്രാർത്ഥനകളും അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു.